പക്ഷേ അനിൽകുമാർ നേരത്തെ ഒരു ബസ് കയറി ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു, കുറച്ച് മെറ്റലൊക്കെ വാരിയിട്ട് ആ സിസ്റ്റം അവിടെ മാത്രം ശരിയാക്കി. അതിന് ഒരുപാട് അകലെയല്ല ഇന്നത്തെ അപകടം, കുഴിയിൽ വീണിട്ടില്ല, പക്ഷേ അവിടെ കുഴിയുണ്ട്. ആ മരണം കഴിഞ്ഞപ്പോഴേക്കും ആ കുഴിയിലും ആ സിസ്റ്റം ശരിയാക്കി. സിസ്റ്റം ശരിയാക്കാൻ ഓരോരോ മരണങ്ങൾ വേണ്ടി വരിക എന്ന് പറഞ്ഞ എന്തൊരവസ്ഥയാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഒന്ന്, ഈ ചർച്ചയിൽ പങ്കെടുക്കാത്ത തൃശ്ശൂരെ മേയർ ഈ മരണം ഉണ്ടായതിനെ തുടർന്ന് ചിരിക്കുകയാണ് എന്ന് ഒരാളിവിടെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചിരിക്കുകയും അതിലൂടെ രാഷ്ട്രീയ അതിജീവനവും ഉപജീവനവും നടത്തുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണെന്ന് കേരളത്തിലുള്ളത്. ആ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന നുണകളെ നൂറ്റൊന്ന് ആവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത്തരമൊരു സമൂഹത്തിലാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ശകാര പദമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ചർച്ചയിൽ കുറേയേറെ കാര്യങ്ങൾ കുത്തിക്കെട്ടി എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ഒരു ചർച്ചയുടെ ഭാഗമാക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ അക്കാര്യത്തിൽ ആഹ്ലാദഭരിതരായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് വേണ്ടിയാണ് ഇത്തരം ഓരോ മരണത്തെയും ആഘോഷിക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഒരു മരണം തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്. ഉപജീവനം നടത്താൻ പോകുന്ന ഒരു തൊഴിലാളിയാണ് മരിച്ചത്, പാവപ്പെട്ട മനുഷ്യനാണ് മരിച്ചത്. ഞങ്ങൾക്ക് ആ മനുഷ്യൻ്റെ മരണത്തിൽ വേദനയുണ്ട്. ജോലി സ്ഥലത്തേക്ക് അതിരാവിലെ ഓടിപ്പോകുന്ന കഷ്ടപ്പെട്ടു പോകുന്ന ഒരു പയ്യൻ, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് പറഞ്ഞതെന്ന് നോക്കുന്നു. ഒരു കാറ്, ആ കാറിന് ഓവർടേക്ക് ചെയ്തൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ പയ്യൻ പോയത്, അതുകൊണ്ടാണ് മരണം ഉണ്ടായെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത് കേട്ടു. ഞങ്ങൾ അങ്ങനൊന്നും പറയുന്നില്ല. ഈ മരണമടഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഭാഗമായി വേഗത്തിൽ പോകാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കിട്ടിയാലുടൻ തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ ആക്രമിക്കാം. മുഹമ്മദ് റിയാസിൻ്റെ പടം വെച്ചിട്ട് വ്യാജമായിട്ട് ട്രോൾ ഉണ്ടാക്കാം. ദേശീയപാതയിൽ എന്തുണ്ടായാലും, സംസ്ഥാന പാതയിലുണ്ടായാലും, നഗര റോഡിലുണ്ടായാലും, ഗ്രാമ റോഡിലുണ്ടായാലും വേട്ടയാടാൻ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഈ മന്ത്രിയും ഇതിനു മുമ്പുള്ളൊരു മന്ത്രി ജി സുധാകരനും എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ നാടിന് മുമ്പിലുണ്ട്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂരിലാണ് ഈ സംഭവം ഉള്ളതുകൊണ്ട് തൃശ്ശൂരിൽ തന്നെയുള്ള കോൺഗ്രസിൻ്റെ നേതാവ് ടി എൻ പ്രതാപനെയായിരുന്നു ചർച്ചയ്ക്ക് വിളിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്ന ആ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ പ്രിയ നേതാവാണല്ലോ DCC പ്രസിഡന്റ് പ്രതാപൻ. അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 9.5 കൊല്ലം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്നാൽ കേരളത്തിലെ റോഡുകൾ ഇതിനേക്കാൾ അധപ്പതിച്ചു പോകുമായിരുന്നു എന്ന് ടി എൻ പ്രതാപൻ്റെ ഇൻ്റർവ്യൂ നമ്മുടെ മുമ്പിലുണ്ട്. ആ പരുവത്തിൽ കിടന്നിരുന്ന റോഡുകളെയാണ് കേരളത്തിലുള്ള 29,522 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ 20,000 കിലോമീറ്റർ റോഡുകളും BMBC നിലവാരത്തിൽ ഈ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുൻ മന്ത്രി ബഹുമാനപ്പെട്ട ജി സുധാകരൻ ചേർന്ന് നന്നാക്കി ഇന്നത്തെ പുതിയ രൂപത്തിലെത്തിയത് എന്ന് മറന്നുകൊണ്ട് സിസ്റ്റത്തെ തള്ളിപ്പറയരുത്. ആ സിസ്റ്റത്തിലേക്ക് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി വന്ന ശേഷം ഒരു പുതിയ സിസ്റ്റം കൂടെ ഉണ്ടാക്കി. സിസ്റ്റത്തെ പുച്ഛിക്കുന്ന ഹാഷ്മിക്ക് അത് ഞാൻ പറഞ്ഞുതരാം. റണ്ണിങ് കോൺട്രാക്റ്റാണ്, അത് വേറെ. ആ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ വേറൊരു മറുപടി പറഞ്ഞോളാം. ഇന്ന് സിസ്റ്റമായിട്ട് എഴുന്നള്ളിയത് ഹാഷ്മിയാണല്ലോ. എനിക്കെന്താണ് നിങ്ങളെന്താണ് സിസ്റ്റം അത്ര അവസ്ഥയുള്ളൂ. അപ്പോൾ ആ വ്യവസ്ഥയിലേക്ക് ഒരു പുതിയ വ്യവസ്ഥ ആര് കൊണ്ടുവന്നു? ആ പുതിയ വ്യവസ്ഥ ആര് കൊണ്ടുവന്നു? ആ കൊണ്ടുവന്നയാളുടെ പേരാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹം കൊണ്ടുവരുന്ന വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ BMBC നിലവാരത്തിൽ പെടുന്ന റോഡുകൾക്ക് 5 കൊല്ലത്തേക്ക് റണ്ണിങ് കോൺട്രാക്റ്റാണ്. എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്കുള്ള റോഡിൽ ടെൻഡർ വിളിക്കാതെ തന്നെ ടെൻഡർ വിളിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ റോഡ് 5 കൊല്ലം പരിപാലിച്ച് കിട്ടണം. ഇപ്പോൾ എവിടെ കുഴിയുണ്ടായാലും കരാറുകാരൻ അപ്പം തന്നെ വന്ന് അടച്ചോളും. ഇപ്പോൾ ഇതിവിടെ പരാതി വന്നു, മരണം കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഇത് അവിടെ കൊണ്ട് ടാറിട്ടു. അത്ര ഒരു പരാതി ഇല്ലാതെ 20,000 കിലോമീറ്റർ റോഡിൽ ഈ സിസ്റ്റത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ശകല സമയം കൂടെ തന്നാൽ മതി. ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ശകല സമയം കൊടുത്താൽ 9,522 കിലോമീറ്റർ റോഡ് കൂടി ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. ഈ ഗവൺമെൻറ് കാലാവധിയുള്ള ഒരു 5-8 മാസക്കാലത്തിനിടയ്ക്ക് അതിലേതാണ്ട് ഒരു 10,000-3,000 കിലോമീറ്റർ കൂടെ നടപ്പാക്കി തരാം.
ബാക്കി നടപ്പാക്കാൻ ഒരു ശകല സമയം കൂടെ തന്നാൽ മതി. അതുവരെ ഇത്തരം മരണങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. ഇവിടെ ഉണ്ടായത് ദാരുണ മരണമാണ്. പക്ഷേ അതിനൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം അതിവിടെ ഒരു ബസ് ഞാൻ പറയല്ല, കഴിഞ്ഞില്ല. ഇപ്പം അതിവിടെ ഒരു ബസ് പോയി. ആ ബസ് ആ റൂട്ടിലൂടെ പോകേണ്ട ബസ്സായിരുന്നോ? ഒരു പരിശോധന ആവശ്യമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബസ് പോകേണ്ട റൂട്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പ്രാഥമിക വിവരം. അല്ലെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രധാനപ്പെട്ട റോഡ് പണിയുമ്പോൾ ഒരു ഡൈവേർഷൻ റൂട്ടാണിത്. ആ ഡൈവേർഷൻ റൂട്ടിൽ നേരത്തെ ഡൈവേർഷൻ കൊടുത്തിരുന്നു, പിന്നീട് ഡൈവേർഷൻ മാറ്റിയിരുന്നു. ഡൈവേർഷൻ മാറ്റിയ ശേഷവും ഡൈവേർഷൻ റൂട്ടിലൂടെ വണ്ടി പോയതടക്കമുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ ചർച്ചയിൽ ഇടയ്ക്ക് ഒരു അനന്തുവിൻ്റെ കാര്യം പറഞ്ഞു. നിലമ്പൂരിലെ അനന്തുവിൻ്റെ കാര്യവും സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ ഹാഷ്മി? വനമേഖലയിൽ രാത്രിയായി കഴിഞ്ഞാൽ ആ വനമേഖലയോട് താമസിക്കുന്ന അവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടുത്തെ ഈ കൊലയാളികളായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ അവിടെ പന്നിയെ ഷോക്കറ്റ് പിടിക്കാൻ വേണ്ടി കെണിയുണ്ടാക്കി വെച്ചിട്ട് ഇലക്ട്രിക് ലൈനിലേക്ക് ഒരു തോട്ടി കൊളുത്തിയിടുന്നു. നിങ്ങൾക്കത് രാത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? അവിടെ സംഭവ സ്ഥലത്തുള്ളവർ പറഞ്ഞതെന്താണ്? വൈകുന്നേരം സന്ധ്യ വരെ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. ഈ കൂടെ പോയവർ പറഞ്ഞ് കേട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൂടെ പോയ ഈ സംഭവത്തിൽ അവരെ രക്ഷിക്കാൻ പോയവരടക്കം കൂടെ പോയവരടക്കം പറഞ്ഞു ഇങ്ങനത്തെ അപകടം അവിടെ ഉണ്ടാകും, ഞങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ ആ വഴിക്ക് പോകത്തില്ല. അപ്പം ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അതുവഴി പോയി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ അപകടം ഞങ്ങൾ കണ്ടില്ല. അവിടെ ഇപ്പോൾ കൊലയാളിയായിട്ടുള്ള ആൾ രാത്രിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ലൈനിൽ തോട്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുടനെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിട്ട് നിങ്ങൾ എണ്ണുമ്പോൾ ആ കൊലയാളിക്ക് കൂട്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, എല്ലാം പറഞ്ഞില്ലല്ലോ, ഓരോന്നിനും പറയാം. അത് മാത്രമാണ് ഞാൻ പറഞ്ഞ പിഴവായിട്ട് തോന്നുന്നെങ്കിൽ ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇവിടെ ഈ പന്നിക്കണി ഇല്ല, തേവലക്കരന്ന് പോരാ. ഞാൻ അതിലേക്ക് പോരാം. ഈ പന്നിക്കണി ഈ പറയുന്ന രീതിയിൽ പന്നിക്കണി അവിടെ ഇടുന്നുണ്ട് എന്ന കാര്യം നാട്ടുകാർ പലയാവർത്തി KSEBിയിലേക്ക് പറയുകയും പലയാവർത്തി പരാതിപ്പെടുകയും അതിന് നമ്മൾ ഇൻസുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തോട്ടിയിട്ടാൽ താഴേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നൊക്കെ വാർത്തയൊക്കെ ഞാൻ അങ്ങ് അയച്ചു തരാം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. PK നവാസ് ഇവിടെ ഒറ്റ വാക്കേ ഉള്ളൂ. അങ്ങനെ KSEBിക്ക് പരാതി കൊടുത്തതിന്റെ ഒരു തെളിവ് അല്ല, രേഖാമൂലം ഒന്നുമില്ല. രേഖാമൂലം പരാതി കൊടുത്തിട്ടൊന്നുമില്ല. അവിടെ നാട്ടുകാർ പറഞ്ഞ കാര്യമോ? ഞാൻ അവിടെ പോയാളാ. ഞാൻ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ പോയ ആളാണ്. ഞാൻ നിലമ്പൂരിൽ പ്രചരണത്തിൽ പോയ ആളാണ് ശ്യാൽകുമാർ. എന്നോട് നേരിട്ട് ആൾക്കാർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. എന്നോട് നേരിട്ട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ശരി, ഓക്കെ. ശരി, ആയിക്കോട്ടെ. അത് കള്ളമായിരുന്നു. ഈ കോൺഗ്രസ്സുകാരെ രക്ഷിക്കാൻ പറഞ്ഞ കള്ളമാണ്. നിങ്ങൾ രേഖയില്ലാതെ കോൺഗ്രസ്സുകാരനെ രക്ഷിക്കാൻ അവർ പറഞ്ഞ കള്ളം ഇവിടെ പറയാൻ പാടില്ല. ഓക്കെ, എന്നോട് നാട്ടുകാർ നേരിട്ട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഉത്തരവ് ഞാൻ പറഞ്ഞു. നാട്ടുകാർ നേരിട്ട് പറഞ്ഞു. നാട്ടുകാരില്ല, കോൺഗ്രസ്സുകാരാ. ആയിക്കോട്ടെ സാർ, കോൺഗ്രസ്സുകാരാ. ശരി.